Mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ആശംസകളോടെ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃതർ. MC റോഡിലെ ഏറ്റവും അപകടകരമായ മേഖലയാണ് അങ്കമാലി നഗരസഭാ പ്രദേശം ഉൾപ്പെടുന്ന വേങ്ങൂർ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ 8ഓളം വാഹനാപകടങ്ങളും 2 മരണങ്ങളുമാണ് ഈ പ്രദേശത്ത് മാത്രം നടന്നിരിക്കുന്നത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും വാഹനങ്ങളുടെ അമിതവേഗവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. റോഡ് വശങ്ങളിൽ അപകട മേഖല എന്ന സൂചന ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അപകടങ്ങൾ കുറയ്ക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അങ്കമാലി ടൗണിലെയും കാലടിയിലെയും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് ശേഷം MC റോഡിലൂടെ അമിത വേഗമെടുക്കുന്ന വാഹനങ്ങൾ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. 2-3 കിലോമീറ്റർ നേർരേഖയിൽ കിടക്കുന്ന റോഡും പെട്ടെന്ന് തന്നെ വരുന്ന അപകടകരമായ വളവുകളും യാത്രക്കാർക്ക് ഭീഷണിയാണ്. റോഡിന് ഇരുവശവുമുള്ള കാനകൾ നവീകരിച്ച് സ്ലാബുകൾ വിരിച്ച് കാൽനട യാത്രക്കാർക്ക് ഉപകാരപ്രദമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയതായും എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കൗൺസിലർ ലേഖ മധു പറഞ്ഞു. നമ്മുടെ MC റോഡ് വേങ്ങൂരിലെ നിരന്തരമായിട്ടുണ്ടാവുന്ന അപകടങ്ങളെ ചൊല്ലി ദീർഘകാലമായി നമ്മൾ പല പരാതികളും മറ്റു നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കാണുവാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ഗതാഗതക്കുരുക്കിന്റെ അല്ലെങ്കിൽ ഈ സ്പീഡ് അമിതവേഗവും അപകടവും ഏറ്റവും കൂടുതൽ വരുന്നത് അങ്കമാലിയിലെയും കാലടിയിലെയും ഗതാഗത കുരുക്ക് കഴിഞ്ഞിട്ട് സുഗമമായി വാഹനങ്ങൾക്ക് ഓടിപ്പോകാവുന്ന ഒരു ഇടമാണ് നമ്മുടെ വേങ്ങൂർ ഈ പ്രദേശം. അപ്പോ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളും അതുപോലെ മരണങ്ങളും ഞങ്ങള് തീരാ വേദനയിലും തീരാ ദുഃഖത്തിലുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് 10 വർഷത്തിനുള്ളിൽ ഏകദേശം 60ഓളം ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ നമ്മുടെ MC റോഡ് വേങ്ങൂർ പ്രദേശത്തുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തെ തന്നെ ഡിസംബറിൽ കണക്കെടുത്ത 12 അപകടങ്ങളും 2 മരണങ്ങളും തന്നെ ഉണ്ടായി. ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ കഴിഞ്ഞ മാസം ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വേങ്ങൂർ പള്ളി പ്രദേശത്ത് വേങ്ങൂർ സെന്റ് ജോസഫ് ചർച്ച് ഭാഗത്ത് റോഡ് മുറിച്ച് കടക്കവേ അന്യസംസ്ഥാന തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോ നിരന്തരമായിട്ടുള്ള ഇത്തരം അപകടങ്ങൾ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു എത്തും പിടുത്തുമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പൊതുമരാമത്ത് ഇടപെട്ടുകൊണ്ട് വന്ന് പരിശോധിച്ച് ശാശ്വതമായൊരു പരിഹാരം ഇവിടെ കണ്ടെത്തണമെന്ന് തന്നെ നമ്മൾ മുറവിളി കൂട്ടുന്നത്. വഴിയോരങ്ങളിലെ കച്ചവടവും അനധികൃത പാർക്കിങ്ങും ഒഴിവാക്കണം. റോഡുകളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചാൽ അമിത വേഗത ഒരു പരിധിവരെ കുറയ്ക്കാനുമാകും. വേഗൂരിനെ സംബന്ധിച്ച് നിലവില് ഈ ഡൗൾപാലം മുതൽ മരുട്ടിച്ചോട് വരെയുള്ള പ്രദേശങ്ങളില് അപകട തുടർച്ച തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇന്ന് വരെ യാതൊരുവിധ പരിഹാര മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം വളരെ ഖേദത്തോടുകൂടി രേഖപ്പെടുത്താൻ ഈ സമയം ചെലവഴിക്കുക. ഈ പ്രദേശത്ത് ഉള്ളവരും ഈ പ്രദേശങ്ങളിലൂടെ പോകുന്നവരുമാണ് ഈ അപകടങ്ങളിൽ പെടുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ, വാർഡ് കൗൺസിലർ അടക്കം മറ്റ് റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ വിവിധ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ഭാരവാഹികൾ പല നിർദ്ദേശങ്ങളും ജനപ്രതിനിധികൾക്ക്, മന്ത്രിക്ക്, കളക്ടർക്ക്, മുനിസിപ്പാലിറ്റിക്ക് എന്ന് വേണ്ട
എല്ലാ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകിയിട്ട് ഒരു പരിഹാരം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് നാട്ടുകാരുടെ ആവശ്യവും ഇനി ഒരു ജീവൻ ഈ MC റോഡിൽ പൊലിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ ഞങ്ങളെ ഈ നാട്ടുകാരുടെ സമീപനം വളരെ മോശമാകും എന്നാണ് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ MC റോഡ് ആരംഭിക്കുന്ന സ്ഥലം മുതൽ അങ്കമാലി ടൗൺ മുതൽ കാൽഡി വരെയുള്ള ഭാഗം വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു റോഡാണ്. ഈ റോഡിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഉൾറോഡുകളിൽ നിന്ന് വരുന്ന ചെറിയ വണ്ടികൾ, വാഹനങ്ങൾ എല്ലാം തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ, അമ്പലത്തിൽ പോകുന്ന കാൽനട യാത്രക്കാർ, ഇവരെല്ലാം തന്നെ വല്ലാത്തൊരു പേടി സ്വപ്നത്തിലാണ് നിൽക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ്, നഗരസഭാ അധികൃതർ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ.